ഹലോ. അപ്പോൾ ഇന്ന് എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പകലൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. നല്ലപോലെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. സോ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് മുതൽ ഇരുന്ന് അങ്ങ് പഠിക്കാം. മാക്സിമം പോകുന്നവരെ അങ്ങ് പഠിക്കാം. മിഡ് നൈറ്റ് ആയാലും പ്രശ്നമില്ല. ഏതുവരെ ഞാൻ ഇരിക്കുമോ അത്ര നേരം അങ്ങ് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇച്ചിരി വയറുവേദനയൊക്കെ കുറവുണ്ട്. സോ ഇപ്പം ടൈം 7 മണി ആവാറായി. സോ നമുക്ക് എന്തായാലും പഠിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ചെറിയ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി. ടു ഡു ലിസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അധികം കഠിനമായിട്ടൊന്നും പഠിക്കാൻ എഴുതിയിട്ടില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ദേഹവേദനയും പീരീഡ്സിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ എഴുതിയ ആദ്യത്തെ കാര്യം തന്നെ മെറ്റീരിയലാണ്. ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. ആ ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു 6th പേജ് വരെ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് റിവൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു പുതുതായിട്ട് ഒരു 3 പേജും കൂടി പഠിക്കുക. അതാണ് ഇന്നത്തെ ലക്ഷ്യം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഒരു കട്ടനൊക്കെ കുടിച്ച് വീണ്ടും ബാക്ക് ടു സ്റ്റഡീസ്. കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൺഫ്യൂസിങ് ആയിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാനത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടെടുത്തത് നമ്മുടെ യൂറോപ്യൻസ് ടോപ്പിക്കാണ്. ഒരിക്കൽ ഞാനത് പഠിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ റിവിഷനായിരുന്നു ചെയ്തത്. അതും കുറച്ചേ ഞാൻ റിവൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പഠിച്ചത്. പിന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നി. അതും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ വർഷം എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നടന്നില്ല. എന്തായാലും ഇന്ന് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ബൈ.